വംശീയ കലാപം ഒരു വർഷം പിന്നിടുമ്പോഴും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാത്ത മണിപ്പൂരിൽ നിന്ന് സമീപ സംസ്ഥാനങ്ങളിലേക്ക് വൻ അഭയാർത്ഥി പ്രവാഹം. ദിനംപ്രതി കുടിയിറക്കപ്പെടുന്നത് ആയിരങ്ങൾ. സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ് മണിപ്പൂരിൽ. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മണിപ്പൂരിൽ നിന്ന് മിസോറാമിലേക്ക് കുടിയേറിയ അഭയാർത്ഥികളുടെ എണ്ണം 12,000-ഓളമാണെന്നാണ് അനൌദ്യോഗിക കണക്ക്. മിസോറാമിന് പിന്നാലെ അസമിലെ അതിർത്തി പ്രദേശങ്ങളിലേക്കും കുടിയേറ്റം തുടരുകയാണ്. ജിരിബാമിലെ ഏറ്റവും പുതിയ സംഘർഷത്തിന് പിന്നാലെ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ അസമിലേക്ക് കുടിയേറിയത് സ്ത്രീകളും കുട്ടികളുമടക്കം 600-ലധികം പേരാണ്. അതിർത്തി പ്രദേശമായ കച്ചാറിൽ മാത്രം അഭയം തേടിയത് 2000-ലധികം പേർ. അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും കുക്കി ഖ്മാർ വംശജരാണ്. അസം റൈഫിൾസും സൈന്യവും ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച വലിയ വിഭാഗം മെയ്തികൾക്കും മടങ്ങാനിടമില്ല. ജിരിബാം സംഘർഷത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ മാത്രം ക്യാമ്പുകളിലേക്ക് മാറ്റിയത് 200-ലധികം മെയ്തികളെയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കുപ്രകാരം ജിരിബാമിന് സമീപ പ്രദേശങ്ങളിലെ 6 ക്യാമ്പുകളിലുള്ളത് 918 പേരാണ്. അതേസമയം അഭയാർത്ഥികൾക്കായി അസമിൽ സർക്കാർ ക്യാമ്പുകളൊന്നും ആരംഭിച്ചിട്ടില്ലെന്നാണ് കച്ചാർ ഉൾപ്പെടുന്ന ലഖിപൂരിലെ MLA കൗശിക് റായ് പറഞ്ഞത്. ജൂൺ 6-ന് മെയ്തി വംശജനായ വൃദ്ധന്റെ മൃതദേഹം കണ്ടെടുത്ത സംഭവമാണ് ജിരിബാമിൽ വീണ്ടും സംഘർഷത്തിന് തിരികൊളുത്തിയത്. പിന്നാലെ അജ്ഞാത അക്രമി സംഘം 2 പോലീസ് ഔട്ട്പോസ്റ്റുകൾക്കും ഒരു ഫോറസ്റ്റ് ഓഫീസിനും 70-ലധികം വീടുകൾക്കും തീയിട്ടു. हालांकि आप देखिए कि कुछ लोगों ने जहाँ पे गड़बड़ हुआ था वहाँ से काफ़ी लोग इधर आ गए हैं, नियर अबाउट 600 people, और they have taken shelter in some of their relatives' places. സംഘർഷ സാഹചര്യം പരിഗണിച്ച് അഭയാർത്ഥി സാന്നിധ്യമുള്ള അയൽ സംസ്ഥാനങ്ങളിലും സുരക്ഷ ശക്തമാക്കി. പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തിയതിനു പുറമെ ലഖിപൂരിലേക്ക് കൂടുതൽ അർദ്ധസൈന്യ വിഭാഗത്തെ എത്തിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ പൊതുയോഗത്തിൽ മണിപ്പൂർ വിഷയം ചർച്ചയാക്കി RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത്. തെരഞ്ഞെടുപ്പ് വാഗ്വാദങ്ങൾ അവസാനിപ്പിച്ച് മണിപ്പൂരിന്റെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടിക്ക് മുൻകൈയെടുക്കണമെന്നായിരുന്നു RSS മേധാവിയുടെ ആഹ്വാനം. എന്നാൽ മുൻ മോദി സർക്കാരിനെതിരായ RSSന്റെ പരോക്ഷ വിമർശനം വൈകിപ്പോയെന്നാണ് ഇതിനോട് തേജസ്വി യാദവ് അടക്കമുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ പ്രതികരിച്ചത്. ഏതായാലും മണിപ്പൂരിൽ സംഘർഷം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ചെറിയൊരു ശമനമുണ്ടായെന്ന് പുറം ലോകത്തിന് തോന്നിയതുപോലും വാർത്തകളുടെ പ്രാധാന്യം ഇലക്ഷനിലേക്ക് തിരിഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്നതാണ് വസ്തുത. പ്രശ്നങ്ങൾക്ക് അറുതിയില്ല. ജിരിബാമിലെ സംഭവത്തെ തുടർന്ന് ഇപ്പോഴും തുടരുന്ന അഭയാർത്ഥി പ്രവാഹം തീരാത്ത കെടുതിയാണ് സമ്മാനിക്കുന്നത്. പുതിയ കേന്ദ്ര സർക്കാർ മണിപ്പൂർ വിഷയത്തെ എങ്ങനെ നേരിടും എന്നതാണ് പുകയുന്ന വടക്കുകിഴക്കിന്റെ നോട്ടം.